ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ രണ്ടാം ഭാഗമാണ് ഇതിൻ്റെ എടുക്കുന്നത്, എംബ്രോയ്ഡറി ട്യൂട്ടോറിയലിൻ്റെ. അപ്പം നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് സ്പ്ലിറ്റ് സ്റ്റിച്ചാണ്. സ്പ്ലിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്പ്ലിറ്റായിട്ട് തന്നെ ചെയ്യണം. എന്ന് വെച്ചാൽ ഇപ്പം 3 ഇതിട്ടല്ലേ നമ്മൾ ചെയ്യണം, 3 സ്ട്രാൻഡ്സ് ഇട്ടാണ് ചെയ്യണം. അപ്പോൾ അതിട്ടിട്ട് നടുക്കൂടെ ഇതിങ്ങനെ എടുക്കും. അപ്പോൾ നമ്മളൊരു ചെയിൻ സ്റ്റിച്ച് പോലെ ഇരിക്കും, പക്ഷേ ഇതിൻ്റെ പേര് സ്പ്ലിറ്റ് സ്റ്റിച്ച് എന്നാണ്. ചെയിൻ എടുക്കും പോലെ അല്ല എടുക്കുന്നത്. ഇതിങ്ങനെ എടുത്ത് ഒരു ഒറ്റ ഇത് ചെയ്തിട്ട് അതിൻ്റെ നടുക്ക് കൂടെ സൂചി കുത്തിയെടുക്കും. സ്പ്ലിറ്റ് സ്റ്റിച്ചാണ് ഇത്. നമുക്ക് സ്റ്റെമ്മൊക്കെ ചെയ്യാനും അതിനൊക്കെ കൊള്ളാം. പിന്നെ ഡബിൾ കളർ നൂലിട്ട് ചെയ്താൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും, എടുത്ത് കാണിക്കും. സൂക്ഷിച്ച് നോക്കി ചെയ്താൽ മതി, നന്നായിട്ട് വരും. അത് നമ്മൾ കഴിയുന്നത് നല്ല നീറ്റായിട്ട് ചെയ്യാൻ നോക്കണം, അടിവശം ആയാലും മോൾ വശം ആയാലും. അപ്പോൾ ചെയ്തു വരുമ്പോൾ നല്ല, ഇതിൻ്റെ പേരാണ് സ്പ്ലിറ്റ് സ്റ്റിച്ച്. നമ്മളൊരു പേപ്പർ എടുത്ത് എഴുതി വെച്ചിട്ട് പഠിച്ചാൽ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ സാധിക്കും. അടുത്തത് ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ്. ഇത് നമുക്ക് ഒരു കർച്ചീഫൊക്കെ ചെയ്യുമ്പോൾ ഒരു പൂവും ഇതിൻ്റെ അറ്റം മടക്കിയിട്ട് ഇങ്ങനെ ചെയ്യാം. ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. ഇത് എളുപ്പമാണ്. ഇതിങ്ങനെ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചും ചെയ്യാം, നല്ല ഓപ്പണായിട്ടും. ഇത് ഓപ്പൺ ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ്, അടുപ്പിച്ചടുപ്പിച്ചും ചെയ്യാം ഇത്. അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും, പക്ഷേ പണി കൂടും. ഇതാകുമ്പോൾ പെട്ടെന്ന് തീരും. ഇതിപ്പോൾ കർച്ചീഫിൻ്റെയൊക്കെ അറ്റത്ത് നമുക്ക് എന്തെങ്കിലും ടേബിൾ ക്ലോത്ത് ചെയ്തിട്ട് അതിൻ്റെ അറ്റത്ത് അങ്ങനെയൊക്കെ ചെയ്യാം. കുറച്ച് നീളം കൂട്ടിയും കൊടുക്കാം. ഇത് ബ്ലാങ്കറ്റ് സ്റ്റിച്ച്. അടുത്തത് ബുള്ളിയൻ നോട്ട്, ബുള്ളിയൻ സ്റ്റിച്ച് എന്ന് പറയും. ബുള്ളിയൻ സ്റ്റിച്ച് ആകുമ്പോൾ നമുക്ക് ഇതിൽ കുഞ്ഞ് റോസൊക്കെ ചെയ്യാൻ പറ്റും, നല്ല ഭംഗിയാണ്. അത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ബുള്ളിയൻ സ്റ്റിച്ചാണ്. ഇതാണ് സ്റ്റിച്ച്. ഇപ്പോൾ നമ്മളൊരു എണ്ണി ചെയ്യണം, അപ്പോൾ നമുക്കത് ഈവനായിട്ട് കിട്ടും, നല്ല കൃത്യമായിട്ട്. ഇപ്പോൾ ഒരു 10 അല്ലെങ്കിൽ 12 ഇങ്ങനെ ചുറ്റിയിട്ട് ഇങ്ങനെ എടുത്ത് നല്ല ഇതിൽ വലിച്ച് നീറ്റാക്കി വയ്ക്കണം. ഇതാണ് ബുള്ളിയൻ സ്റ്റിച്ച്. ഇതിൽ നമുക്ക് ഒരുപാട് ഇത് ഡെക്കറേഷൻസൊക്കെ ചെയ്യാം. ഒരു റോസ്, ഇപ്പോൾ പഴയ സാരികളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പിങ്ക് കളറിൽ ഇത് കുഞ്ഞു റോസ് ചെയ്ത് 2 ഇലയും അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് സ്റ്റിച്ച് ആദ്യം പഠിച്ചിട്ട് നമുക്കത് ചെയ്യാം.
അടുത്തത് നമുക്ക് ആ ബുള്ളിയൻ സ്റ്റിച്ചിലൊരു കുഞ്ഞ് റോസ് ചെയ്യാം. അത് നമ്മൾ അതുപോലെ തന്നെ അങ്ങനെ ചെയ്തിട്ട് ചുറ്റി 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 എടുത്തിട്ട് നടുക്കൊരു റൗണ്ട് ഇങ്ങനെ ചെയ്ത് അതൊരു 10 ചുറ്റി ചുറ്റി എടുത്താൽ മതി. സെൻറ്ററിലത് എന്നിട്ട് അവിടെ കൊണ്ടുവന്ന് ഉറപ്പിക്കണം. ഓപ്പോസിറ്റ് കുത്തിയിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി ബുള്ളിയൻ റോസാണ് അത് ഞാൻ ചെയ്തത്. ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ ബുള്ളിയൻ റോസിൻ്റെ പിക്ചർ കൊടുക്കാം. ഇത് റെഡായപ്പോൾ കറക്റ്റ് അങ്ങ് അറിയുന്നില്ല. അതിൻ്റെ ഒരു ബുള്ളിയൻ റോസിൻ്റെ ഒരു പിക്ചർ ഞാൻ അതിൽ കൊടുത്തേക്കാം. അപ്പോൾ നല്ലോണം മനസ്സിലാവും. അടുത്തത് നമുക്ക് ഫിഷ് ബോൺ സ്റ്റിച്ചാണ്. അത് കൂടുതലും ലീഫിനാണ് ഉപയോഗിക്കുന്നത്. ഫിഷ് ബോൺ സ്റ്റിച്ച് അത് സെൻറ്ററിൽ കൊടുത്തിട്ട് ഈ സെൻറ്ററിൽ തന്നെ കുത്തി കുത്തി ഇങ്ങെടുക്കും. സൂചി കൊണ്ടുവന്ന് സെൻറ്ററിൽ കുത്തി അത് നമ്മൾ ആദ്യം ഒരു ലൈൻ കൊടുത്തില്ലേ, ആ ലൈനിൻ്റെ ആ സെൻറ്റർ തന്നെ ആദ്യം ഒന്ന് വരയ്ക്കണം സെൻറ്റർ. എന്നിട്ട് ആ വരയിൽ കൂടെ തന്നെ അങ്ങ് ചെയ്ത് പോയാൽ മതി. പെട്ടെന്ന് ചെയ്തെടുക്കും. ഇത് ഗ്യാപ്പിട്ടും ചെയ്യാം. ഞാനിപ്പോൾ ഇതിപ്പോൾ ഗ്യാപ്പില്ലാതെ ചെയ്യാണ്. ഗ്യാപ്പിട്ടും ചെയ്യാം. ഫിഷിൻ്റെ ബോൺ പോലെ തന്നെ ഇരിക്കും. ഫിഷ് ബോൺ സ്റ്റിച്ച്. നമുക്ക് ഓവൺ സ്റ്റിച്ച് ചെയ്യാം. ഓവൺ സ്റ്റിച്ച് വേവ് ചെയ്യണ പോലെ അതിനാണ് ഓവൺ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഓവൺ അതിങ്ങനെ 5 ലൈൻ ഇങ്ങനെ കൊടുത്തിട്ട് ഇത് എളുപ്പമാണ്. നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റോസാണ്. ഒന്ന് മുകളിലും ഒന്ന് താഴെ അങ്ങനെ വേണം എടുക്കുക. അത് കണ്ട അതിൻ്റെ മുകളിൽ കൂടെ എടുത്ത് ഇതിൻ്റെ അടിയിൽ കൂടെ എടുക്കുക.
അടുത്തത് മുകളിൽ, അതിൻ്റെ അടുത്ത് അടിയിൽ, അങ്ങനെ വേണം എടുക്കാൻ. സൂചി അങ്ങനെ കുത്തി വേണം എടുക്കാൻ. ഒരെണ്ണത്തിൻ്റെ മുകളിലും ഇങ്ങനെ എടുക്കും, എന്നിട്ട് അടുത്തതിൻ്റെ അടിയിൽ സൂചി കുത്തി എടുക്കും. പെട്ടെന്ന് ചെയ്യാം. പക്ഷേ 12 സ്റ്റാൻഡും വേണം. എന്ന് വെച്ചാൽ 6 ഒരു നൂലിലുള്ളത്. അപ്പം നമ്മൾ അതിനെ എടുത്ത് 2ആയിട്ട് മടക്കി 12 നൂലെടുക്കണം. അപ്പോൾ 12 നൂലെടുത്തിട്ട് ഇതുപോലെ ചെയ്യണം. അപ്പോഴേ അത് പെട്ടെന്ന് നിറഞ്ഞ് കിട്ടുള്ളൂ. നിറഞ്ഞ നല്ല ബഫി ആയിട്ടിരിക്കും. ഇതൊക്കെ സാരിയിലൊക്കെ എളുപ്പം ചെയ്യാം നമുക്ക്. സാരിയിലും ബ്ലൗസിലും ഒക്കെ നമുക്ക് 2 ഇലയും ഇതുമൊക്കെ കൊടുത്താൽ പെട്ടെന്ന് തീർക്കും.